നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുള്ളവരെ ഗവർണർ പദവിയിൽ നിയോഗിക്കുന്നത് സംസ്ഥാനങ്ങളും ഗവർണർമാരും തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകുമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം. കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാഭവൻ മണി സമ്മാനിച്ച വാഹനം ഇനി വായനാ വണ്ടി. ചാലക്കുടി VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് ഉപയോഗിക്കാതെ കിടന്ന സ്കൂൾ വണ്ടിയെ തുറന്ന ലൈബ്രറിയാക്കി മാറ്റിയത്. മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച 18-കാരനായിരുന്ന MT വാസുദേവൻ നായർക്ക് ആദ്യ സ്വീകരണം ഒരുക്കിയ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുള്ളവരെ ഗവർണർ പദവിയിൽ നിയോഗിക്കുന്നത് സംസ്ഥാനങ്ങളും ഗവർണർമാരും തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകുമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം അഭിപ്രായപ്പെട്ടു. കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സമസ്ത ജില്ലാ സെക്രട്ടറി PSK മൊയ്തു ബാഖവി ഉദ്ഘാടനം ചെയ്തു. ത്വാഹ സഖാഫി, സയ്യിദ് തുറാബ് അസഖാഫ്, ഡോക്ടർ PA ഫാറൂഖ് നയീമി, ദേവർശോല അബ്ദുൽ സലാം മുസ്ലിയാർ, റഹ്മത്തുള്ള സഖാഫി എളമരം എന്നിവർ പ്രഭാഷണം നടത്തും. IMK ഫൈസി, അഡ്വക്കേറ്റ് PU അലി, അബ്ദുഹാജി കാദിയാളം, ഗഫൂർ 3 പീടിക, SMK തങ്ങൾ, വരവൂർ അസീസ് നിസാമി, അഡ്വക്കേറ്റ് ബക്കർ, അമീർ തളിക്കുളം ഖാദിരി, അനസ് ചേലക്കര എന്നിവർ സംബന്ധിച്ചു. കലാഭവൻ മണി സമ്മാനിച്ച വാഹനം ഇനി വായനാ വണ്ടി. ചാലക്കുടി VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് ഉപയോഗിക്കാതെ കിടന്ന സ്കൂൾ വണ്ടിയെ തുറന്ന ലൈബ്രറിയാക്കി മാറ്റിയത്. മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി വായനാ വണ്ടി സ്കൂളിന് സമർപ്പിച്ചു. 7 ദിവസമായി ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിൽ പുസ്തകപ്പയറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വായനാ വണ്ടിയൊരുക്കി സ്കൂളിന് സമർപ്പിച്ചത്. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കലാഭവൻ മണി വർഷങ്ങൾക്ക് മുൻപ് വിദ്യാലയത്തിന് സമർപ്പിച്ചതാണ് ഈ വാഹനം. വാഹനത്തിന്റെ തുടർ ചിലവുകൾ PTA കമ്മിറ്റി തന്നെ കണ്ടെത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം. തുടക്കത്തിൽ ഇതിനാവശ്യമായ ചിലവുകൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നുവെങ്കിലും ഇത് ഓഡിറ്റ് വിഭാഗം തടഞ്ഞിരുന്നു. തുടർന്ന് PTA നേരിട്ട് ഫണ്ട് കണ്ടെത്തി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഡ്രൈവറുടെ വേതനം, ഇന്ധനം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഭാരിച്ച ചിലവുകൾ കണ്ടെത്താൻ PTA കമ്മിറ്റിക്ക് കഴിയാതെ വരികയും വാഹനം ഓടിക്കാതെ കിടക്കുന്നതിനാൽ തുരുമ്പെടുത്ത് നശിച്ചു പോവുകയുമാണ്. ഇവിടെ നടന്നു വന്ന NSS ക്യാമ്പിൽ പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിനിടെയാണ് ഉപയോഗിക്കാതെ കിടന്ന ഈ വാഹനം കുട്ടികളുടെയും പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ മാഷിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിന് ഈ വാഹനം ഉപയോഗപ്പെടുത്തി. ഇത് ഈ വിദ്യാലയത്തിന് സമർപ്പിക്കുന്ന കാര്യം ജനപ്രതിനിധികളോടും സ്കൂൾ PTA ഭാരവാഹികളോടും സംസാരിച്ചതിനെ തുടർന്ന് എല്ലാവരും ഈ ആശയത്തെ അംഗീകരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ തന്നെ വാഹനവും അതിനോട് ചേർന്ന സ്ഥലവും വൃത്തിയാക്കിയും കഴിയാവുന്ന വിധം മനോഹരമാക്കിയും വായനാ വണ്ടിക്ക് രൂപം നൽകി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. മീഡിയ ടൈം, ചാലക്കുടി. മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച 18-കാരനായിരുന്ന MT വാസുദേവൻ നായർക്ക് ആദ്യ സ്വീകരണം ഒരുക്കിയ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ശേഷം കൊച്ചിൻ പബ്ലിക് ലൈബ്രറിയിലേക്കുള്ള യാത്രക്കിടയിലാണ് കവി P ഭാസ്കരനും വയലാർ രാമവർമ്മയും ചേർന്ന് MTയെ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ എത്തിക്കുന്നത്. MTയുടെ കഥകൾ പറഞ്ഞ് കവി ബക്കർ മേത്തല അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. സാംസൺ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KH ഹുസൈൻ, നോവലിസ്റ്റ് TK ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, KH കലേഷ് ബാബു എന്നിവർ നന്ദി പറഞ്ഞു. MTയുടെ ഓർമ്മയ്ക്കായി വായനശാല അങ്കണത്തിൽ NSS വിദ്യാർത്ഥികൾ ചാമ്പവൃക്ഷം നടുകയും MTയുടെ തിരക്കഥകൾ 6 വോളിയത്തിന്റെയും കഥകളുടെയും പ്രദർശനവും നടത്തി. ബോധധാര സാങ്കേതിക രീതി എന്ന സാങ്കേതിക പ്രയോഗത്താൽ അറിയപ്പെടുന്ന ആ രീതി
ഒട്ടേറെ ആസ്വാദകരെ ആ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ജീവിത പരിസരവും പശ്ചാത്തലവുമായി അടുപ്പിക്കുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയോടുകൂടി മുതലാളിത്തത്തിൻ്റെ ഉദയമുണ്ടാകുന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടായത്. ആ മാറ്റം പ്രധാനമായും നായർ ഫാമിലികളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് വളരെയധികം പഠന വിഷയമാക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു പഠന വിഷയം തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കപ്പെട്ട സാഹിത്യരചന ഏതാണ്, ആരുടെയാണ് എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരുടെ സാഹിത്യ കൃതികളിലൂടെയാണ് നായർ സമുദായം ഒരു സമുദായം എന്നുള്ള നിലക്ക് അഭിമുഖീകരിച്ച ഒട്ടേറെ പ്രതിസന്ധികളും ആ നായർ തറവാടുകളിൽ ഉയർന്നു വന്ന ആധുനിക വിദ്യാഭ്യാസത്തോടുള്ള അഭിവാഞ്ചകൾ പുതിയ തലമുറയെ ചിറകുകൾ ഉള്ളവരാക്കി മാറ്റുകയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം പുതുതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുമായി ചേർന്ന് കൊടുങ്ങല്ലൂർ VHSC NSS യൂണിറ്റിന്റെ ജലം ജീവിതം പ്രോജക്ടിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വാർഡ് 3 മോഡേൺ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തെളിനീരോട്ടം പദയാത്ര ജലം ജീവിതം തെരുവ് നാടകം നടത്തി. നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ, PTA പ്രസിഡന്റ് KB സനോജ്, NSS പ്രോഗ്രാം ഓഫീസർ റോബിൻ സെബി എന്നിവർ സംസാരിച്ചു. ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം, ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം, ജീവിതം വസന്തമാക്കും ജലാശയങ്ങൾ ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം സംസ്ഥാന തലത്തിൽ ഡിസംബർ 1 മുതൽ 31 വരെ നടത്തുന്ന തണലാണ് കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ MIT ഹാളിൽ ടീൻസ് ഗാദറിംഗ് സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് MM അനസ് നദ്വി ഉദ്ഘാടനം ചെയ്തു. ടീൻ ഇന്ത്യ ഏരിയ കോർഡിനേറ്റർ KH ഷക്കീർ അധ്യക്ഷത വഹിച്ചു. ഫാമിലി കൗൺസിലർ സുലൈമാൻ അസ്ഹരി കുട്ടികളുമായി സംവദിച്ചു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ സെക്രട്ടറി ഉമർ അബൂബക്കർ, ജില്ലാ സമിതി അംഗം EA മുഹമ്മദ് റഷീദ്, ഏരിയ സെക്രട്ടറി PK മുഹമ്മദ്, GIO ഏരിയ പ്രസിഡന്റ് റൈഹാന റസൽ, മലർവാടി ബാലസംഘം ഏരിയ കോർഡിനേറ്റർ PA ഷഫീർ, ടീൻ ഇന്ത്യ ഏരിയ ക്യാപ്റ്റന്മാരായ മുഹമ്മദ് ഇഹ്സാൻ, ആയിഷ തസ്നീം തുടങ്ങിയവർ സംബന്ധിച്ചു. എറിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാല ആൻഡ് ക്ലബ്ബ് 2ാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചെസ് ടൂർണമെന്റ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. KA ഹസ്ഫൽ, ലൈബ്രറി സെക്രട്ടറി MV രജീഷ്, TK റാഫി, ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പീറ്റർ ജോസഫ്, ക്ലബ് പ്രസിഡന്റ് VK സുധി, NN പ്രേമൻ, നിഷിൽ മാനങ്കേരി എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് ഇന്ത്യൻ ജൂനിയർ ചെസ് ടീം കോച്ച് TJ സുരേഷ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായി കുറച്ചുകൂടി വിശാലമായ ഹാളും വിശാലമായ വിപുലമായ പരിപാടികളുമായിട്ടാണ് ഇത്തവണ നമ്മൾ അഖില കേരള ചെസ് ടൂർണമെന്റ് നടത്തുന്നത്. ഇന്നാണെങ്കിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ ഒരു തലമുറയെ വായനയിലേക്ക് നയിച്ച, വായിക്കാൻ പ്രേരിപ്പിച്ച, ചിന്തിക്കുവാനും ആശയങ്ങൾ കൈമാറുവാനും നമ്മെ പഠിപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഏതൊക്കെ മേഖലകളിലുണ്ടോ സാഹിത്യത്തിൻ്റെതായ ആ മേഖലകളിലെല്ലാം തിളക്കമാർന്ന അധ്യായങ്ങൾ രചിച്ച് കടന്നുപോയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട 2 അക്ഷരം. പ്രധാന വാർത്തകൾ വീണ്ടും. കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുള്ളവരെ ഗവർണർ പദവിയിൽ നിയോഗിക്കുന്നത് സംസ്ഥാനങ്ങളും ഗവർണർമാരും തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകുമെന്ന്
SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം. കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാഭവൻ മണി സമ്മാനിച്ച വാഹനം ഇനി വായനാ വണ്ടി. ചാലക്കുടി VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് ഉപയോഗിക്കാതെ കിടന്ന സ്കൂൾ വണ്ടിയെ തുറന്ന ലൈബ്രറിയാക്കി മാറ്റിയത്. മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച 18-കാരനായിരുന്ന MT വാസുദേവൻ നായർക്ക് ആദ്യ സ്വീകരണം ഒരുക്കിയ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.